നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. CPM സഖാക്കളോടും അണികളോടും കാണിക്കുന്ന ക്രൂരതയ്ക്ക് യാതൊരു മനസ്സലിവും ഉണ്ടാകില്ല എന്നത് ചരിത്ര സംഭവമാണ്. എതിർക്കുന്നത് സ്വന്തം പാർട്ടി രക്തമായാലും അവർ പക വീട്ടും. വേണ്ടി വന്നാൽ പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തും. അതെല്ലാം സഹിച്ചു നിൽക്കുന്നവരാണ് ഏറെയും. പാർട്ടിക്ക് പറ്റുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തും, ക്രൂരമായി വേട്ടയാടും. അതുകൊണ്ട് വരുതിക്ക് വന്നില്ല എങ്കിൽ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയോ മറ്റെന്തെങ്കിലും ചതിയിൽപ്പെടുത്തിയോ പുറത്താകും. ജീവിതം മുഴുവൻ CPMനായി ഉഴുങ്ങിവെച്ച നിരവധി പേർ ഇത്തരത്തിൽ നിരാശയായി ജീവിക്കേണ്ടി വന്നു. അത്തരത്തിലുള്ള അനുഭവമാണ് CPM നേതാവും മുൻ MLAയുമായ CK പത്മനാഭനും സംഭവിച്ചത്. VSനൊപ്പം നിന്നു എന്നതാണ് അദ്ദേഹത്തോട് പിണറായി ഗ്രൂപ്പിന് അരിശം തോന്നാൻ കാരണം. ₹1 പോലും അഴിമതി കാണിക്കാത്ത അദ്ദേഹത്തെ 12 കൊല്ലം മുമ്പ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. കർഷക സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 20 ലക്ഷം രൂപ സംഘടനയുടെ അക്കൗണ്ടിൽ നിന്നും സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു പാർട്ടിയുടെ ആരോപണം. ഇത്രയും പണം ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ഒരു തെറ്റും താൻ ചെയ്തിട്ടുമില്ല. പാർട്ടി നടപടി വന്നപ്പോൾ തനിക്ക് ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ് രേഖകളിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധക്കുറവിന് നടപടിയെടുത്ത ചരിത്രം CPMൽ ഉണ്ടായോ എന്ന് CKP ചോദിക്കുന്നു. 20 ലക്ഷം രൂപ EP ജയരാജനും KG രാമകൃഷ്ണനും കൂടിയാണ് പിൻവലിച്ചത്. അവരിപ്പോഴും പാർട്ടിയെയും ഭരണത്തിന്റെയും തണലിൽ സുഖമായി കഴിയുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അടക്കം ഇക്കാര്യം അറിയാമായിരുന്നു. എന്നിട്ടും CKPയെ വേട്ടയാടാൻ വിട്ടുകൊടുത്തത് വൈരാഗ്യം കൊണ്ട് മാത്രമാണ്. VSും പിണറായിയും തമ്മിലുണ്ടായിരുന്ന പോര് ആശയഭിന്നതയില്ല എന്നും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയായിരുന്നുവെന്നും ദീർഘകാലമായി രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉയർത്തിക്കാട്ടിയിരുന്നു. അത് CKP പത്മനാഭനും ശരിവച്ചു. CPMന് ഇന്നേറ്റ തിരിച്ചടി പ്രകൃതി നിയമമാണെന്നും തന്നെ ഡയാലിസിസ് രോഗിയാക്കിയതിന് പിന്നിൽ പാർട്ടിയുടെ നടപടികളാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ പ്രകൃതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്നാണ് ഒരു പ്രാദേശിക ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പത്മനാഭൻ പറഞ്ഞത്. CPMന്റെ കപട ജനാധിപത്യം വലിച്ചു കീറുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. തന്റെ പേരിലുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 15 പ്രാവശ്യം പാർട്ടിക്ക് അപ്പീൽ നൽകി. ഒരു മറുപടിയും ലഭിച്ചില്ല. സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ടിനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പാർട്ടിയാണ് തന്നെ രോഗിയാക്കിയത്. ഒരു തെറ്റും ചെയ്യാതെ തന്നെയാണ് അഴിമതിക്കാരനും തട്ടിപ്പുകാരനുമാക്കിയത് എന്നും CKP പറഞ്ഞു. ഇദ്ദേഹത്തിന് പിന്നാലെ പ്രാദേശിക നേതാക്കളടക്കം കൂടുതൽ പേർ പാർട്ടിയുടെ കൊള്ളരുതായ്മകൾക്കെതിരെ രംഗത്ത് വരുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ CKP പെരുമാറ്റ ദൂഷ്യത്തിന് പരാതി നൽകിയിരുന്നു. TP ചന്ദ്രശേഖരൻ ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. വിഭാഗീയതയുടെ കാലത്ത് VS അച്യുതാനന്ദനോട് ചന്ദ്രശേഖരനെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. VS അക്കാലത്ത് ചന്ദ്രശേഖരനെ വിമർശിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടു. ഒരു ആശയം രൂപപ്പെടാൻ അതിനെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോഴും TPയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും CKP പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളമാകെ ചർച്ച ചെയ്യുമ്പോഴും പിണറായിയും കൂട്ടരും മൗനത്തിലാണ്. കൂടെ പ്രവർത്തിച്ച ഒരാളോട് ഇത്തരം ക്രൂരതയാണ് കാട്ടിയത് എങ്കിൽ രാഷ്ട്രീയ എതിരാളികളോട് എങ്ങനെയായിരിക്കും ഇവർ പെരുമാറുക? TP ചന്ദ്രശേഖരന്റെ ഭാര്യ പിതാവും KK രമയുടെ പിതാവുമായ KK മാധവൻ പ്രാദേശിക CPM നേതാവായിരുന്നു. മരുമകനെ സ്വന്തം പാർട്ടി വെട്ടിക്കൊലപ്പെടുത്തിയതോടുകൂടിയാണ് അദ്ദേഹം എല്ലാം മതിയാക്കിയത്. KK രമ SFI മുൻ നേതാവായിരുന്നു. ഇത്തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നിട്ടും ചന്ദ്രശേഖരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ എന്തുമാത്രം ഇരുട്ടാണ് നിറഞ്ഞിരിക്കുന്നത് എന്നാണ് ആലോചിക്കൂ. എന്നാൽ അഴിമതിക്കാരും സ്ത്രീകൾക്കെതിരെയായി മോശമായി പെരുമാറുകയും ചെയ്ത എത്രയോ പേരെ പാർട്ടി ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. പാലക്കാട് നേതാവ് PK ശശി DYFI വനിതാ നേതാവിനെതിരെ നടത്തിയ അതിക്രമത്തിന് നടപടിയെടുത്തെങ്കിലും അദ്ദേഹം അതിശക്തനായി തിരികെ വന്നു. KGDC ചെയർമാനാണിപ്പോൾ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ എത്ര ആരോപണങ്ങളാണ് ഉയർന്നത് എന്നതും അയാളെ പിടിച്ചത് ആ കസേരയിലിരുത്തിയത്. തങ്ങളുടെ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടുനിൽക്കാത്തവരെ തെരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുകയും എന്തും ചെയ്യാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ അടിമകൾക്ക് സ്ഥാനമാനങ്ങളും നൽകുന്നു. അവർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും സംരക്ഷണം നൽകും. എതിർ ശബ്ദങ്ങളെ ചവിട്ടി മെതിക്കുന്ന ബുൾഡോസറുകളായി CPMനെ ഒരു വിഭാഗം മാറിയിട്ട് 2 പതിറ്റാണ്ടിലേറെയായി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം MV രാഘവനെ എന്തെല്ലാം രീതിയിൽ CPM ദ്രോഹിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഒരു ജന്മം വായിച്ചാൽ ക്രൂരതയുടെ പരമ്പര തന്നെ കാണാം. കുടുംബ വീട് അടിച്ചു തകർത്ത CPM പ്രവർത്തകർ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന നിരവധി പുസ്തകങ്ങൾക്ക് തീയിടുകയും ചെയ്തു. അറിവിനെ പോലും അഗ്നിക്കിരയാക്കുന്ന കാട്ടാളക്കൂട്ടങ്ങളായി അന്നേ CPM മാറിയിരുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് മറ്റെന്താണുള്ളത്? അതുകൊണ്ട് CKP പത്മനാഭന്മാർ ഇനിയും വൃക്കരോഗികളാവുകയും ശശിമാർ പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ ആവുകയും ചെയ്തുകൊണ്ടേയിരിക്കും.